This news is brought to you by ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. തിരുമേനി ഹോമിയോ ഡിസ്പെൻസറിയുടെ കീഴിൽ രാജഗിരിയിൽ പുതിയ ഹോമിയോ ഡിസ്പെൻസറി പെരിഫറൽ യൂണിറ്റ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചു. പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യമായ ഹോമിയോ ഡിസ്പെൻസറി യാഥാർത്ഥ്യമാകുന്നതോടെ മലയോര മേഖലയിലെ ചികിത്സാ സൗകര്യങ്ങൾക്ക് വലിയ ആശ്വാസമാകും. കണ്ണൂർ ഹോമിയോ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതി, ഡിസ്ട്രിക്ട് മെഡിക്കൽ സീനിയർ സൂപ്രണ്ട് വിദ്യ, തിരുമേനി ഹോമിയോ ഡിസ്പെൻസറി ഓഫീസർ ഡോക്ടർ ജയദീപ് എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് സ്ഥലം പരിശോധിച്ചത്. ആദ്യ മാസത്തിൽ 2 തവണ ഡിസ്പെൻസറി തുറന്നു പ്രവർത്തിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം. പദ്ധതിക്ക് ആവശ്യമായ പ്രപ്പോസൽ സർക്കാരിലേക്ക് സമർപ്പിക്കാനും തീരുമാനമായി. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലീന വില്യം, പ്രവീൺ കെ.ഡി, പഞ്ചായത്ത് അംഗങ്ങളായ മാനുവൽ മാപ്പിളപ്പറമ്പിൽ, പ്രിൻസ് വെള്ളക്കട, വിജി കെ ജോൺ തുടങ്ങിയവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. തിരുമേനി ഹോമിയോ ഡിസ്പെൻസറിയുടെ പെരിഫറൽ യൂണിറ്റ് രാജഗിരി സെൻറ്ററിൽ മാസത്തിൽ 2 തവണ എന്ന രീതിയിൽ നടത്തുന്നതിനുള്ള പ്രപ്പോസൽ സർക്കാരിൽ സമർപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ തിരുമേനി ഡിസ്പെൻസറിയുടെ കീഴിൽ ഇവിടെ രാജഗിരിയിൽ ഒരു ഹോമിയോ ഡിസ്പെൻസറി തുടങ്ങുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കടന്നു വന്നതാണ്. ഇവിടെ രാജഗിരിയെ സംബന്ധിച്ചിടത്തോളം 2 ഉന്നതികളും ഉള്ളൊരു സ്ഥലമാണ്. അപ്പം ഏറെ നാളത്തെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഇവിടെ ഒരു ഹോമിയോ ഡിസ്പെൻസറി വേണമെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിന്ന് കടന്നു വന്നിരിക്കുന്നത്. അപ്പം മാസത്തിൽ 2 തവണ 2 ദിവസമായിട്ട് ഇവിടെ തുറന്ന് പ്രവർത്തിക്കാമെന്നാണ് ഇപ്പം തീരുമാനമായിട്ടുള്ളത്. അതിനുള്ള പ്രപ്പോസലുകൾ സർക്കാരിലേക്ക് അയക്കാമെന്ന് കണ്ണൂരിൽ നിന്ന് DMO വന്ന് അറിയിച്ചിട്ടുണ്ട്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ഈ രാജഗിരി ജോസ്ഗിരി പ്രദേശത്തെ ജനങ്ങൾ വളരെ നാളുകളായിട്ട് ഈ പ്രദേശത്തൊരു ഹോമിയോ ഡിസ്പെൻസറി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്തിൽ വന്നിരുന്നു. ഗ്രാമസഭകളിൽ ഉൾപ്പെടെ ഇത്തരം നിർദ്ദേശങ്ങൾ വന്നപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോക്കടവ് ഹോമിയോയിലെ ഡോക്ടറും പ്രത്യേക DMO അടക്കമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങളെല്ലാം ഇവിടെ വന്ന് സന്ദർശിക്കുകയും ഇവിടെ നാട്ടുകാർ തന്നെ അതിൻ്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കി തരാമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പ്രാഥമികമായിട്ട് ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാസത്തിൽ 2 തവണ ഇവിടെ OP പരിശോധന ഡോക്ടർ അടക്കമുള്ളവർ വന്നിട്ടുണ്ട്. അപ്പം മാസത്തിൽ 2 തവണ പരിശോധിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിനുശേഷം പുതിയ മന്ത്രിസഭയൊക്കെ വന്നതിന് ശേഷം സ്ഥിരമായൊരു സംവിധാനമാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. അതിനുള്ള നടപടിക്രമമായിട്ട് മുമ്പോട്ട് പോകുന്നു ഉറപ്പ് നൽകുകയാണ്. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 049852424140, മൊബൈൽ 6238064141.